മാന്നാനം എക്കലോഗ് തിയേറ്ററിൻ്റെ യാത്രാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ചാവറയച്ചൻ പുരോഹിതനായതിൻ്റെ ചരിത്രമാണ് നാം ഇന്ന് അവതരിപ്പിക്കുക. 1827 സ്റ്റബിലിനി മൗറേലിയൂസ് സ്റ്റബിലിനി മെത്രാപ്പോലീത്ത വികാരി അപ്പസ്തോലിക്കയായിട്ട് വരുന്ന കാലഘട്ടത്തിലാണ് ചാവറയച്ചനെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയത് അദ്ദേഹമാണ്. പാലക്കൽ തോമാ മൽപ്പാനച്ചനും അന്നത്തെ സെമിനാരിയിലുണ്ടായിരുന്ന എല്ലാവരും ഉൾപ്പെടെ, കുര്യാക്കോസും ഉൾപ്പെടെ, വരാപ്പുഴയിലുള്ള മെത്രാസന മന്ദിരത്തിൽ എത്തുകയും ഇവരെ വൈദിക ശുശ്രൂഷകളാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് വരാപ്പുഴ മെത്രാസന മന്ദിരത്തിലോ ദേവാലയത്തിലോ വെച്ച് ഇവരെ വൈദികരാക്കുന്നതിലേക്കുള്ള ചടങ്ങുകൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. പിന്നീട് 1829 സ്റ്റബിലിനി മെത്രാപ്പോലീത്ത അർത്തുങ്കൽ വന്ന് താമസിക്കുകയും അവിടെ താമസിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അർത്തുങ്ക പള്ളിയിൽ വെച്ച് ചാവറയച്ചനെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ പിന്നാമ്പുറ ചരിത്രങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്റ്റബിലിനി മെത്രാൻ ഇവിടെ അന്ത്രയോസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലെ അർത്തുങ്കപ്പള്ളിയിൽ ചാവറയച്ചനെ കൂട്ടർക്കും പൗരോഹിത്യ പദവിയിലേക്ക് അവരെ ഉയർത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഒത്തിരി വേറെയുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ചാവറയച്ചൻ 1829 വൈദികനായി തീരുകയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുത്തൻ കുർബാന 24-ാം തീയതി ചുവറ കാലഘട്ടത്തിലെ 1-ാം ഞായറാഴ്ച അദ്ദേഹം പുത്തൻ കുർബാന ചെല്ലുകയാണ്. അതാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പൗരോഹിത്യം വരെയുള്ള ചരിത്രം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കോവേന്ത സ്ഥാപനത്തിനുള്ള അനുവാദത്തിനു വേണ്ടി തോമാച്ചന്മാർ, പാലക്കൽ തോമാച്ചൻ, പോരൂക്കര തോമാച്ചൻ, ചാവറയച്ചൻ, കണിയാന്തറ യാക്കോബ് എന്നിവരെല്ലാവരും കൂടെ കൂടി അർത്തുങ്കൽ മെത്രാനെ കാണുന്ന രംഗമാണ് ഇനിയും നമ്മൾ ചിന്തിക്കുക.